ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? വീഡിയോസൊക്കെ കണ്ടിന്യൂ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ടാണ്. നമ്മൾ പല ടൈപ്പ് ചമ്മന്തി കൂട്ടിയിട്ടുണ്ടാവും. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മുടെ കുടംപുളിയാണ്, പഴുത്ത കുടംപുളി. അപ്പം ഇന്ന് ഈ കുടംപുളി വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, വറ്റൽ മുളക് അടുപ്പിലിട്ട് ചുട്ടെടുത്തതാണ്, ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ കുടംപുളിയിൽ പുളിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരുപാട് വെക്കേണ്ടത്, നല്ല പുളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പീസേ ഞാൻ എടുക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ള ചമ്മന്തിയാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ കുടംപുളി വെച്ച് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കണം. കാരണം ഈ ചമ്മന്തി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാങ്ങാ ചമ്മന്തി മാറ്റി അവിടെ വെക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം ഞാനിത് ചമ്മന്തി ഉണ്ടാക്കി എടുത്തിട്ട് കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് പുളിയും കൂടെ ഇതിനകത്തേക്ക് വെക്കണം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കണ്ടല്ലോ, ഇതേ ഈ 2 ചെറിയ പീസ്. ഇപ്പോൾ കണ്ടല്ലോ, ഈ 2 ചെറിയ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഓരോരുത്തരുടെ പുളി എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ. ഞാൻ ഈ 2 ചെറിയ പീസ്, കാരണം കുറച്ച് ചമ്മന്തിയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് ഈ 2 ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിൽ എടുത്ത് വെക്കുക. നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിന്. ഒരു ചെറിയ തണ്ട് കറിവേപ്പില, ഇതുപോലെ ചെറിയൊരു തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്? നമ്മുടെ കുടംപുളി ചമ്മന്തി, വറ്റൽ മുളക് ചുട്ടത്, ചെറിയ ഉള്ളി, കുടംപുളി, തേങ്ങ, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചു കൊണ്ടുവരാം. അപ്പം നമ്മുടെ കുടംപുളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. വേറൊന്നുമല്ല, ഒരു ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം കൂടെ ഇതിലേക്ക് വെച്ച് അരച്ചേക്കണം. ഞാനത് അരയ്ക്കാൻ നേരത്ത് ഇഞ്ചി ഇട്ട് അരച്ചപ്പോഴാണ് വീഡിയോയിൽ ഇഞ്ചിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പം അത് മറന്നു പോകരുത്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുടംപുളി നമ്മുടെ കുടംപുളി ചമ്മന്തിയാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു മീൻ വറുത്തതും ഈ ചമ്മന്തി ഇച്ചിരി പച്ചമുളകും ഒക്കെ ഉണ്ടെങ്കിൽ ഗംഭീരമാണ്. ഓക്കെ, അപ്പം നമ്മുടെ കുടംപുളി ചമ്മന്തി ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ചോറുണ്ണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനൊന്ന് എടുക്കട്ടെ. നല്ല ഗംഭീരമായിട്ട് ഉണ്ണാനായിട്ട് പറ്റും കുടംപുളി ചമ്മന്തി. കിളിമീൻ ഫ്രൈ, നമ്മുടെ ഉണക്കപ്പയർ തോരൻ, കുടംപുളി ചമ്മന്തി ഞാൻ കുറച്ചും കൂടെ എടുക്കുക. പിന്നെന്താണ്, ഒരല്പം കുടംപുളി ചമ്മന്തി, ഉണക്കപ്പയർ തോരൻ, തൈര്, കിളിമീൻ ഫ്രൈ, ഇതെല്ലാം കൂടെ ചേർത്തൊരു പെരട്ടിയൊരു എന്തൊരു ടേസ്റ്റും. കുറച്ച് നമ്മുടെ കുടംപുളി ചമ്മന്തിയും കൂടി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് പെരട്ടി ഒരു പിടി പിടിച്ചാൽ എന്നാ ടേസ്റ്റാണെന്നറിയാമോ? ഇല്ലേ, ഒരല്പം ഉണക്കപ്പയർ തോരനും കൂടി ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് സൂപ്പറാട്ടോ, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. 2 പ്ലേറ്റ് ചോറുണ്ണും കേട്ടോ. 2 പ്ലേറ്റ് ചോറ് കഴിക്കും, ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
മറന്നു പോകരുത്. ഓക്കെ, ബൈ.